2019 കിയ സൊറൻറ്റോയുടെ ഹെഡ്ലാമ്പ് മാറ്റുന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. ഫിലിപ്സിൻ്റെ H7 ലാമ്പാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ഒറിജിനൽ എക്യുപ്മെൻറ്റ് ക്വാളിറ്റി എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. മെയ്ഡ് ഇൻ പോളണ്ട്, ഡിസൈൻഡ് ഇൻ ജർമ്മനി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഹെഡ്ലാമ്പ് പോയി കഴിയുമ്പോൾ ഇങ്ങനൊരു വാർണിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട് കാറിൽ. കാറിൻ്റെ ഡ്രൈവറിൻ്റെ സൈഡിലത്തെ ഹെഡ്ലാമ്പാണ് പോയിട്ടുള്ളത്. ഇത് ലോ ബീമിൻ്റെ ലാമ്പാണ് പോയിട്ടുള്ളത്. ആ ലിവറിലും ഇങ്ങനെ നീക്കി കഴിയുമ്പോൾ അതിനിങ്ങനെ തുറക്കാവുന്നതാണ് മുമ്പിലത്തെ ഭാഗം. ഹെഡ്ലൈറ്റ് അസംബ്ലിയുടെ ഹൗസിങ്ങിൻ്റെ ആ സാധനം തിരിച്ചിങ്ങനെ ഊരിയെടുക്കാവുന്നതാണ്. ബൾബ് ഇടത്തേക്ക് തിരിച്ചിട്ട് ഒരു സ്ക്രൂ ഡ്രൈവറും കൊണ്ട് ഞാനിങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇത് ഫിലിപ്സിൻ്റെ തന്നെയാണ്, പഴയത്. മൂബീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇതിൻ്റെ അകത്ത് ഹോൾഡർ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ തിരിക്കേണ്ടത് എങ്ങോട്ടാണെന്നുള്ളത്, വലത്തേക്കാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. പുതിയ ബൾബ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കുക. ഒരു ടാബ് പോലെ ഇങ്ങനെ നീണ്ടിരിക്കുന്നത് കണ്ടില്ലേ, അതും ഹോൾഡറുമായിട്ട് ഞെക്കുക. ഇപ്പോൾ നല്ലപോലെ ഉറപ്പിച്ചാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ലാമ്പിൻ്റെ ഹോൾഡർ ഇതിൻ്റെ ലൈറ്റ് ഹൗസിങ്ങിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വലത്തേക്കാണ് തിരിക്കേണ്ടത്. ഈ രണ്ട് ട്രയാങ്കിൾ പോലത്തെ സാധനം കാണാൻ പറ്റും. അത് രണ്ടും കൂടെ ഒരുമിച്ച് വരുത്തിയിട്ട് വലത്തേക്ക് തിരിക്കുക. ഉള്ളിലേക്ക് വെച്ച് തിരിക്കുന്നത് വീഡിയോയിൽ എടുക്കാൻ പാടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കാരണം വീഡിയോയിൽ ശരിക്കും കിട്ടില്ല. ഹെഡ്ലൈറ്റ് അസംബ്ലിയുടെ ക്യാപ്പ് അതേപോലെ തിരിച്ച് വയ്ക്കുക. 2019 കിയ സൊറൻറ്റോയുടെ ഹെഡ്ലാമ്പ് മാറ്റുന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ.